എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഏപ്രിൽ 16 ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ദിവസം. പക്ഷെ ഞാൻ ഈ വീഡിയോ ഇടുന്നത് നാളെ ആയിരിക്കും, അതായത് ഏപ്രിൽ 17. നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഏപ്രിൽ 17 ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറയുന്നത് ഞാൻ കാനഡയിൽ എത്തിയിട്ട് ഇന്ന് 2 വർഷം തികയാണ്. അപ്പം അതിനെക്കുറിച്ചുള്ള എൻ്റെ 2 വർഷത്തെ എക്സ്പീരിയൻസും ഈ 2 വർഷത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു, ഞാൻ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ കുറേ മാറ്റങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പം ഇവിടുത്തെ റൂൾസും കാര്യങ്ങളും, അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിലായാലും ഞാനിപ്പം എൻ്റെ 2 വർഷത്തെ സ്റ്റഡീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് നെക്സ്റ്റ് മന്ത് ഗ്രാജുവേറ്റ് ആവുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ വിശേഷങ്ങളാണ് ഞാൻ ഈ വീഡിയോ കൂടെ പറയുന്നത്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പറഞ്ഞ പോലെ ഏപ്രിൽ 17 ഇന്ന് ഞാൻ കാനഡയിൽ വന്നിട്ട് 2 വർഷം തികയാണ്. ഈ 2 വർഷത്തിൽ ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. മെയിനായിട്ടും ഞാനിവിടെ വന്നത് സ്റ്റഡീസിനാണ്. അപ്പം എൻ്റെ 2 വർഷത്തെ സ്റ്റഡീസ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. എനിക്കിനി ഒരു എക്സാം കൂടെ ബാക്കിയുള്ളൂ. നെക്സ്റ്റ് മന്ത് മെയ് 17 ഗ്രാജുവേറ്റ് ആവുകയാണ്. അപ്പം അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് വന്ന് പഠിക്കാനാണ്. അപ്പം ആ ഒരു സാധനം കംപ്ലീറ്റ് ആക്കിയതിൻ്റെ ആ ഒരു അച്ചീവ്മെൻറ്റിലുള്ളൊരു വലിയൊരു സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഈ 2 വർഷത്തിൽ പ്രത്യേകിച്ച് ഈ കാനഡയിൽ ഭയങ്കര മാറ്റങ്ങൾ നടന്നു. പ്രത്യേകിച്ച് ഇങ്ങോട്ട് കയറി വരാനുള്ള സ്റ്റുഡൻസിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷനിൽ അത് ഭയങ്കരമായിട്ട് അവർ കട്ട് ആൻഡ് റൈറ്റ് എന്ന പോലൊക്കെ തന്നെ ഭയങ്കരമായിട്ട് അത് എന്താ പറയുന്നത്, ആ ഒരു ഈസിനെസ് ഒക്കെ മാറ്റി ഇപ്പോൾ കുറച്ച് അതൊരു ഹാർഡാണ്. വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഇങ്ങോട്ട് കയറി വരാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ സ്പൗസ് വീസ കാര്യങ്ങൾക്ക് നിർത്തി സ്റ്റുഡൻസിന് സ്പൗസിനെ കൊണ്ടുവരാൻ പറ്റത്തില്ല. അങ്ങനെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ വളരെ കുറച്ചുകൂടെ അവരൊന്ന് സ്ട്രോങ് ആക്കി, കുറച്ചൊന്ന് ഹാർഡ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റുഡൻസിൻ്റെ ലൈഫ്, പ്രത്യേകിച്ച് ഞാനിപ്പോൾ സ്റ്റഡീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് എൻ്റെ പുറകെ കാണുന്ന CBUൻ്റെ ഒരു ക്യാമ്പസാണ്. സോ ഞാൻ വന്ന സമയത്ത് സ്റ്റുഡൻസ് ഭയങ്കരമായിട്ട് കയറി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കോളേജിൽ അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാതായി. അപ്പോൾ അവർ ഇങ്ങനെ ചെറിയ ചെറിയ ക്യാമ്പസ് ഇതുപോലെ തന്നെ, അതുപോലെ തന്നെ ഇവിടെ അടുത്തൊരു തിയേറ്റർ എടുത്തു. അങ്ങനെ കുറേ ക്യാമ്പസൊക്കെ എടുത്ത് എന്താ പറയുക ഭയങ്കര വിശാലമാക്കി. പക്ഷേ എന്താ പറയുന്നത്, അതിനെല്ലാം തിരിച്ചടി എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഇപ്പം വളരെ സെലക്റ്റീവ് അവർക്ക് മാത്രമേ ഇങ്ങോട്ട് കയറി വരാൻ പറ്റത്തുള്ളൂ. അതും നിങ്ങൾ ഏത് പ്രൊവിൻസിലാണ് വരുന്നത് ആ പ്രൊവിൻസിൻ്റെ അപ്രൂവൽ വേണം, GIC കൂട്ടി, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം സ്റ്റഡീസിനെ പറ്റി പറയുകയാണെങ്കിൽ അത് ഭയങ്കര, പ്രത്യേകിച്ച് പുതിയതായിട്ട് വരുന്നവർക്ക് അത് ഭയങ്കര ഒരു ഡ്രോബാക്കാണ്. ഇവിടെ ഉള്ളവർക്കും ഇവർ കുറേ ഇങ്ങനെ പ്രതീക്ഷയായിരുന്നു, കുറേ സ്റ്റുഡൻസ് വീണ്ടും വരും, അവരുടെ എക്കണോമിയിൽ ചേഞ്ചസ് ഉണ്ടാകും, അവർക്ക് കുറച്ചുകൂടെ കാശ് ഉണ്ടാക്കാം. പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റീസ് അത് കുറേ കാര്യങ്ങൾ അവർ കുറേ പ്ലാൻ ചെയ്ത് ഹെഡായിട്ട്, ഇപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റി പറയുകയാണെങ്കിൽ ഒരു പുതിയൊരു ക്യാമ്പസ്, 1-2 ക്യാമ്പസ് തുടങ്ങാനായിട്ടൊക്കെ തന്നെ ഭയങ്കര ഒരു ഇൻഫ്രാസ്ട്രക്ചറൊക്കെ പ്ലാൻ ചെയ്ത് ഭയങ്കര ഒരു അനൗൺസ്മെൻ്റ് ഒക്കെ നടത്തിയായിരുന്നു. സോ അതിന് എന്താണെന്ന് എനിക്കറിയില്ല. പ്രത്യേകിച്ച് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് ആ ഒരു ഭയങ്കര ഒരു എന്താ പറയുന്നത് ക്യാപ്പോ അല്ലെങ്കിൽ ആ ഒരു ഹാർഡ്നെസ് വരുത്തിയോണ്ട് ഇനി അങ്ങോട്ട് ഭയങ്കര ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് ആയിരിക്കും അവർക്കെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ രാവിലെ 6 മണി സമയമാണ് കേട്ടോ. അപ്പോൾ എനിക്കറിയത്തില്ല, നിങ്ങൾക്ക് മഞ്ഞ് കാണാവുന്ന ചെറിയ കോടയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വിൻ്റർ ചെയ്ത് സമ്മറായി വരികയാണ്. അപ്പം പ്രത്യേകിച്ച് ഇപ്പം നമുക്ക് അതിൻ്റെ ഒരു സന്തോഷമുണ്ട്, ക്ലൈമറ്റൊക്കെ മാറി വരുന്നു. ഇനിയും കുറച്ച് നാൾ സ്നോ ഒന്നും ഇല്ല, നമുക്കൊന്ന് അത്യാവശ്യം ഒന്ന് സമ്മറിൽ പുറത്തോട്ടൊക്കെ പോകാമെന്നൊരു ഭയങ്കര അതിൻ്റെതായിട്ടുള്ളൊരു സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന സ്റ്റഡീസിനെ കുറിച്ചാണ്. സ്റ്റഡീസിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ തന്നെ എനിക്ക് നമ്മൾ വന്ന ആ ഒരു എന്താ പറയുന്നത്, ആ ഒരു വഴി, ആ ഒരു പാത്ത് നിങ്ങളോടൊന്ന് പെട്ടെന്ന് പറഞ്ഞുതരാം. ഞാൻ വന്നത് കോട്ടയത്തുള്ളൊരു ഇമീലോ എന്ന് പറയുന്ന ഏജൻസി ത്രൂ ആയിരുന്നു. ഒത്തിരി പേര് ആ ഏജൻസി ത്രൂ വന്നവരാണ്, അല്ലെങ്കിൽ പല ഏജൻസി ത്രൂ വന്നവരാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് നിങ്ങൾ ഏത് ഏജൻസി ത്രൂ വന്നത്, നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ, അതാവും ബാക്കിയുള്ളവർക്ക് അതൊന്ന് വായിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യാൻ നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞുതരാം. ഞാൻ കുറേ ഏജൻസി പോയിട്ടുണ്ട്, മെയിനായിട്ടുള്ള പ്രമുഖമായിട്ടുള്ള പല ഏജൻസീസിലും പോയിട്ടുണ്ട്. പക്ഷേ ലാസ്റ്റ് എനിക്ക് കുറേ ക്രൈറ്റീരിയാസ് ഉണ്ടായിരുന്നു. എനിക്ക് ഇന്ന കോളേജ് വേണം, എനിക്ക് ഇന്ന ഇൻടേക്ക് വേണം. പക്ഷേ മാർക്കിൻ്റെ ബേസിസ് വരുമ്പോൾ ഞാൻ അത്ര വലിയ പഠിപ്പിയൊന്നുമില്ലായിരുന്നു, ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പം നമ്മുടെ IELTS സ്കോറൊക്കെ വെച്ചിട്ട് എന്താ പറയുന്നത്, ഞാൻ കുറേ ഏജൻസിയെ സമീപിച്ചപ്പം ലാസ്റ്റിൽ എനിക്ക് ഈ ഒരു ഏജൻസിയാണ് ഈ CBU എന്ന് പറഞ്ഞൊരു കോളേജ് ചൂസ് ചെയ്തതെന്ന്. പ്രത്യേകിച്ചും ഞാൻ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്നൊരു കോഴ്സ് എന്താ പറയുന്നത്, എനിക്ക് അത് വേണം, അതും കോപ്പുള്ള കോഴ്സ് വേണം. അങ്ങനെ എനിക്ക് കുറേ ഡിമാൻഡ് ഉണ്ടായിരുന്നു. എനിക്ക് ജാനിൻ്റേക്ക് തന്നെ വരണം. അപ്പം ലാസ്റ്റിൽ എല്ലാം കൂടി ഈ മാച്ചപ്പായിട്ട് വന്നത് CBU ആണ്, ഈ ഏജൻസിയാണ് എനിക്കത് സെറ്റാക്കി തന്നത്. അപ്പം അങ്ങനെ ഞാൻ എല്ലാം പ്രൊസീഡ് ചെയ്തു. പക്ഷേ ഞാൻ വിസയ്ക്ക് ഫയൽ ചെയ്ത് കുറച്ച് താമസിച്ചു പോയി. അതുകൊണ്ട് എനിക്ക് ജാനിൻ്റേക്ക് എന്നുള്ളത് മെയ് ആയി. സോ അതുകൊണ്ട് എനിക്കിപ്പം 5 സെമസ്റ്റർ പഠിക്കേണ്ടത്. നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. മെയ് ഇൻടേക്ക് വരുന്നവർക്ക് 5 സെമസ്റ്റർ പഠിക്കണം.
സോ അത് മെയിൻ ഇങ്ങനെ വലിയൊരു ഡ്രോബാക്ക് ആണ് അത്. കാരണം നമ്മൾ വന്നു കഴിഞ്ഞ് സെപ്റ്റംബറിൽ വന്നവരിപ്പോൾ നമ്മുടെ കൂടെ ഗ്രാജുവേറ്റ് ആവുകയാണ്. സോ എന്താ പറയുക, അതൊരു വലിയ ഡ്രോബാക്കാണ്. പക്ഷേ എന്ന് പറഞ്ഞാൽ അവരൊരു 4 സെം കൊണ്ട് ഗ്രാജുവേറ്റ് ആകുമ്പോൾ നമ്മൾ 5 സെം എടുക്കുന്നേ ഉള്ളൂ. പക്ഷെ നമുക്ക് ആ ഒരു 2 വർഷത്തെ കുറച്ചുകൂടെ അവരെക്കാൾ എക്സ്പീരിയൻസും ഇവിടെ കുറച്ചുകൂടെ ഒന്ന് എക്സ്പോഷർ ആകാനും കുറച്ചുകൂടെ വർക്ക് പ്ലേസിലൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനും ഒക്കെ ഭയങ്കര ഒരു ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഞാൻ ഒരിക്കലും മെയിൻ ടേക്ക് കഴിക്കാമെന്ന് പറയത്തില്ല. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ടേക്ക്. ലൈക്ക് എനിക്ക് ആ ഒരു സമയത്ത് വന്നുകൊണ്ട് ജോലിയൊക്കെ പെട്ടെന്ന് സെറ്റ് ആകാനും അത് കഴിഞ്ഞ് വന്നവർക്ക് കുറച്ച് പാടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ബെസ്റ്റ് ഇൻടേക്ക് ആയിരുന്നു മെയിൻ ടേക്ക്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് കുറച്ച് ക്രൈറ്റീരിയസ് ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം പോകാനിരുന്നത് ലാംപ്ടൺ കോളേജിലോട്ടായിരുന്നു. പക്ഷേ എന്തോ എനിക്ക് അവിടെ കിട്ടിയില്ല. പിന്നീട് ഇപ്പോൾ പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ വന്നപ്പം എനിക്ക് മനസ്സിലായി ഞാൻ അത് എടുക്കാതിരുന്നത് ഇങ്ങോട്ട് വന്നത് ഒരു പക്ഷേ നല്ലൊരു ഡിസിഷൻ ആയിരുന്നു എന്ന്. സോ ഇറ്റ് വാസ് എ ഗോഡ്സ് പ്ലാൻ. ലൈക്ക് എല്ലാം എന്താ പറയുന്നത്, ദൈവം നിശ്ചയം എന്നൊക്കെ പറയത്തില്ല, അതുപോലെ ആയിരുന്നു എൻ്റെ 2 വർഷത്തെ സ്റ്റുഡൻറ്റ് ലൈഫ് എന്ന് പറയുന്നത്. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് മെയിനായിട്ട് ഇപ്പോൾ സ്റ്റഡി പീരീഡ് ആണെങ്കിലും വരുമ്പം ജോലി എന്ന് പറയുന്ന സാധനം ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ വന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഞാൻ മെയിൻ ടേക്കായിരുന്നു വന്നത്. എനിക്ക് 2 മാസം ക്ലാസ് ഉണ്ടായിരുന്നു, പിന്നീട് ഒരു 2 മന്ത്സ് വെക്കേഷൻ. പക്ഷേ നമുക്ക് ആ ഒരു സെമ്മിൽ ക്ലാസ് ഉള്ളതുകൊണ്ട് നമുക്ക് അന്ന് ഫുൾ ടൈം വർക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ആ ഒരു വെക്കേഷനിൽ ജസ്റ്റ് ഷോർട്ട് വെക്കേഷൻ ആയതുകൊണ്ട് 20 hours നമ്മൾ അന്ന് വർക്ക് ചെയ്തത്. പക്ഷേ പിന്നീട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഒരു നവംബർ ഡിസംബർ ഒക്കെ ആയപ്പോഴത്തേനും എന്താ പറയുക, നമുക്ക് ലോട്ടറിക്ക് അടിച്ചു വരുന്നൊക്കെ പറഞ്ഞ റൂള് ഭയങ്കരമായിട്ട് പെട്ടെന്ന് മാറുന്നു. നമുക്ക് ഫുൾ ടൈം വർക്ക് ചെയ്യാവുന്നൊരു ഓപ്പർച്യൂണിറ്റി വരുന്നു. സോ ആ സമയം തൊട്ട് ഇപ്പോൾ ഇന്ന് വരെ, ഞാനിപ്പം ഈ വീഡിയോ എടുക്കുന്ന ഇന്ന് വരെ ആ റൂള് ഇതുവരെ മാറിയിട്ടില്ല. പക്ഷേ ഈ ഏപ്രിൽ കഴിയുമ്പോഴത്തേനും അതിൽ ചെറിയൊരു മാറ്റം വരും. അവേഴ്സ് കുറച്ച് എനിക്ക് തോന്നുന്ന ഒരു ഫിക്സഡ് അവേഴ്സ് അവരാക്കാനാണ് പ്ലാൻ ചെയ്തത്. അപ്പം അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് വന്നത് ലൈഫിൽ ഭയങ്കര ഒരു വ്യത്യാസമായിരുന്നു. പ്രത്യേകിച്ചും ഈ സ്റ്റുഡൻറ്റ് പീരീഡിൽ നമുക്കൊരു ഫുൾ ടൈം വർക്ക് ചെയ്യാം. ഒരു ശരിക്കും പറഞ്ഞാൽ ഫുൾ ടൈം അവേഴ്സ് കിട്ടിയില്ലെങ്കിലും മോർ ദാൻ 20 hours എല്ലാവർക്കും, ജോലിയുള്ള എല്ലാവർക്കും വർക്ക് ചെയ്യാൻ പറ്റി. 1-2 ജോലി അല്ലെങ്കിൽ 2-ലധികം ജോലിയൊക്കെ ചെയ്യുന്നവരെ എനിക്കറിയാം. കുറച്ച് പേർക്ക് അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 80% ആൾക്കാർക്കും ആ ഒരു ഓപ്പർച്യൂണിറ്റി ഭയങ്കരമായിട്ട് ഉപയോഗിക്കാൻ പക്ഷേ അതിലൊരു ഡ്രോബാക്ക് ഉള്ളതെന്ന് വെച്ചാൽ 1-2 ജോലി ഇങ്ങനെ അധികം പേർക്ക് കിട്ടുമ്പോൾ ബാക്കിയുള്ള കുറേ സ്റ്റുഡൻസിന് ജോലി കിട്ടാതെ കൂടിയായി. അപ്പോൾ അതിന് അങ്ങനെ ഒരു ഡ്രോബാക്ക് ഉണ്ട്. പ്രത്യേകിച്ച് പുതിയ ഇന്ത്യയിൽ വന്ന സ്റ്റുഡൻസിന് ജോലി കിട്ടാനായിട്ട് അതിൻ്റെ അവൈലബിലിറ്റി ഭയങ്കരമായിട്ട് കുറഞ്ഞു വന്നു. പിന്നെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്ക് തോന്നുന്നു, പ്രത്യേകിച്ച് ഇവിടെ ജോലി കിട്ടണമെങ്കിൽ റെഫറൻസ് ആണ്, റെഫറൽ ത്രൂ ആണ് ജോലി കിട്ടാൻ ഏറ്റവും എളുപ്പം. സോ നിങ്ങൾക്ക് റെഫറൻസ് ഉണ്ടെങ്കിൽ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ജോലി സെറ്റാകുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഇവിടെ ജോലി കിട്ടാനായിട്ട് റെഫറൽ മസ്റ്റാണ്. സോ എന്താ പറയുന്നത്, ഞാൻ സ്റ്റഡീസിനെ കുറിച്ച് പറഞ്ഞു, ജോലിയെക്കുറിച്ച് പറഞ്ഞു. കാരണം ഇത് രണ്ടുമാണ് വൺ ഓഫ് ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് തിങ്സ് എന്നൊക്കെ പറയുന്നത്. എന്താ പറയുന്നത്, കാരണം നമുക്ക് സ്റ്റഡീസും ഈ പ്രത്യേകിച്ച് ഈ സ്റ്റുഡൻറ്റ് പീരീഡിൽ നമുക്ക് ജോലി എന്നൊക്കെ പറഞ്ഞത്, പ്രത്യേകിച്ച് ഫുൾ ടൈം ആണെങ്കിൽ നമുക്ക് രണ്ടുകൂടെ ടാലി ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. പ്രത്യേകിച്ച് എനിക്കറിയാം കുറേ സ്റ്റുഡൻസ് ഇപ്പം നമ്മുടെ യൂണിവേഴ്സിറ്റി തന്നെ പഠിക്കാതെ പോയിട്ട് ഇപ്പം പ്രൊഫസർമാർ തോപ്പിച്ചു എന്ന് പറഞ്ഞ് സ്ട്രൈക്കൊക്കെ ചെയ്യാൻ നടക്കുന്നത്. സോ നമ്മളിവിടെ പഠിക്കാനാണ് വന്നത്. സോ പഠിത്തത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, ജോലി വേണം, ജോലി ചെയ്യണം, പക്ഷേ അതിനൊപ്പം തന്നെ പഠിത്തത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കാൻ ശ്രമിക്കുക. അതാണ് എനിക്ക് ഇനി ഈ പറഞ്ഞതിലൂടെ ഒന്ന് കൺക്ലൂഡ് ചെയ്യാനുള്ളത്. അടുത്തായിട്ട് എനിക്ക് പറയാനുള്ളത്, പ്രത്യേകിച്ച് ഞാനിപ്പോൾ വന്നിട്ട് 2 വർഷം കഴിയുകയാണ്. അപ്പം നമ്മൾ ആദ്യം പുതിയൊരു സ്ഥലത്തോട്ട് മാറുമ്പോഴത്തേനും നമുക്ക് കുറച്ച് ഹോം സിക്നെസ് ഒക്കെ വരും. പ്രത്യേകിച്ച് ഞാൻ എൻ്റെ ഡിഗ്രി കാലഘട്ടം കഴിയുന്നതിന് വരെ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്ത ലൊക്കാലിറ്റിയിലൊക്കെയാണ് പഠിച്ചത്. ഞാൻ പുറത്തോട്ടെങ്ങും പോയിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് കേരളം വിട്ടു പോകുന്നത്, അല്ലെങ്കിൽ എൻ്റെ നാട് വിട്ടു പോകുന്നത് തന്നെ, ഞാൻ കേരളത്തിനകത്ത് പോയിട്ടുണ്ട്, പക്ഷേ കേരളം വിട്ടു പോകുന്നത് എനിക്ക് ബയോമെട്രിക്സിനാണ്. ഞാൻ വെസ്റ്റ് ബംഗാൾ കൊൽക്കട്ടയിൽ പോകുന്നത്, അതല്ലാതെ ഞാൻ വീട് വിട്ടെങ്ങും പോയിട്ടില്ല. സോ അപ്പം വേറൊരു രാജ്യത്തോട്ട് ഫസ്റ്റ് ടൈം വരുന്നത് ഭയങ്കര ഡിഫറൻസ് ആയിരുന്നു. പ്രത്യേകിച്ചും നമുക്ക് ഫ്രണ്ട്സ് കൊണ്ടില്ല എന്നല്ല, പക്ഷേ നമ്മൾ ഒറ്റയ്ക്ക് പുതിയൊരു രാജ്യത്തോട്ട് പോകുമ്പോൾ അഡാപ്റ്റ് ആകാൻ കുറച്ച് സമയം എടുക്കും. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്നവരൊക്കെ ഉള്ളതുകൊണ്ട് അത് എനിക്ക് തോന്നുന്നു അത് അത്ര അങ്ങോട്ട് ബാധിച്ചിട്ടില്ല. പക്ഷെ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലർക്കൊക്കെ ഹോം സിക്നെസ് ഉണ്ടാവും. സോ അങ്ങനെയുള്ളവർ കൂടുതൽ ഫ്രണ്ട്സിനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. നമുക്ക് ബെസ്റ്റ് ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ആ ഹോം സിക്നെസ്സിൽ നിന്നൊക്കെ മാറാൻ പെട്ടെന്ന് പറ്റും. പിന്നെ പ്രത്യേകിച്ച് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്, ഇപ്പം നിങ്ങൾക്ക് ചർച്ചസോ അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു അങ്ങനത്തെ ആക്ടിവിറ്റീസിലൊക്കെ കുറച്ചുകൂടി ഇൻവോൾവ് ആകാൻ പറ്റുമെങ്കിൽ അതും കുറച്ചുകൂടി നിങ്ങളെ എന്താ പറയുന്നത് ഹോം സിക്നെസ് ഒക്കെ മാറാനും കുറച്ചുകൂടി ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കാനും ഇൻവോൾവ് ആകാനും നിങ്ങളുടെ ടൈമൊക്കെ എന്താ പറയുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടി ടൈമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്യാനും നിങ്ങൾക്ക് പറ്റും. പ്രത്യേകിച്ചും ഇവിടെ ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഓൾമോസ്റ്റ് ബിസി ആയിരിക്കും. പിന്നെ നമുക്ക് എന്താ പറയുന്നത് ഇപ്പോൾ ഫുൾ ടൈം ഒക്കെ ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ സമയം പോകുന്ന അറിയത്ത് പോലുമില്ല. ഇപ്പം നമ്മൾ മൺഡേ ടു ഫ്രൈഡേ അല്ലെങ്കിൽ ആ ഒരു ഓൾമോസ്റ്റ് സ്ട്രെയിറ്റ് സ്കെഡ്യൂളാണ് നമ്മൾ ജോലി ചെയ്യുന്നതെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഓഫ് ഡേയ്സ് ഒന്നും നമുക്ക് 1-2 ദിവസം കിട്ടിയാൽ അത്
ഭയങ്കര സ്പീഡിലാണ് പോകുന്നത്. നമുക്ക് ആ ഒരു ടൈം ഫ്രെയിം പോകുന്നതിന് അറിയത്തില്ല. ഫുൾ ബിസി ലൈഫായിരിക്കും. അതിവിടെ ഉള്ളവർക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. എനിക്ക് നാട്ടിൽ വെച്ച് ഇതിനെപ്പറ്റി അറിയില്ല. അതിപ്പം ഞാൻ ഓർക്കും അവരെന്താ അവിടെ ഇത്രയും ബിസിയെ വിളിക്കത്തില്ല. ഇപ്പം ചിലർ നമ്മുടെ കസിൻസൊക്കെ ഉണ്ടല്ലോ, എന്താ നമുക്ക് മെസ്സേജ് അയക്കാത്ത വിളിക്കാതെ. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു എന്താ പറയുക ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ആ ഒരു ഇതറിയുന്നത്. കാരണം ഇവിടെ നമ്മൾ നാട്ടിലെ പോലുള്ള എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. സോ അതിവിടെ വന്നു കഴിഞ്ഞാൽ മാത്രമേ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് അടുത്തായിട്ട് പറയാനുള്ളതാണ്, ഇപ്പോൾ പുതിയതായിട്ട് വരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോം സിക്നെസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ കുറച്ച് ഫ്രണ്ട്സിനെ ഇവിടെ കണ്ടുപിടിക്കുക. ലൈക്ക് ടൈം സ്പെൻഡ് ചെയ്യുക, കുറേ ആക്ടിവിറ്റീസ് ചെയ്യുക. നിങ്ങളൊരിക്കലും റൂമിനകത്തിരുന്ന് ഒതുങ്ങി പോകരുത്. കാരണം ഇപ്പം ഞാൻ കുറേ പേരെ കണ്ടിട്ടുണ്ട് റൂമിനകത്തിരുന്ന് ബോറടിച്ച് അല്ലെങ്കിൽ അവർക്ക് മെൻ്റലി ഡിപ്രസ്ഡ് ആയിട്ടൊക്കെ. പക്ഷെ അങ്ങനെയൊന്നും ഒരിക്കലും ആവരുത്. നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ എന്താ പറയുന്നത്, ഇപ്പോൾ ജോലി ഇല്ലാത്തവർക്ക് ജോലി തപ്പാനായിട്ടോ അല്ലെങ്കിൽ ആക്ടിവിറ്റി, പ്രത്യേകിച്ച് ഇപ്പോൾ സമ്മർ ടൈമിലാണെങ്കിൽ ഇഷ്ടംപോലെ ആക്ടിവിറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട്. കുറേ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങളുടെ ടൈം സ്പെൻഡ് ചെയ്ത് നിങ്ങൾ എന്താ പറയുന്നത് ബോറിങ് ആവാതെ അല്ലെങ്കിൽ ആ ഒരു മെൻ്റലി ഡിപ്രസ്ഡ് എല്ലാവരും ആക്റ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തതായിട്ട് എന്നോട് കുറേ പേര് ചോദിക്കാറുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ അതിന് മിസ് ചെയ്യുന്നത്. അപ്പോൾ മെയിനായിട്ട് ഞാൻ മിസ് ചെയ്യുന്നത് ഫുഡാണ്. ഇവിടെ നാട്ടിലെ ഫുഡൊക്കെ അവൈലബിൾ ആണെങ്കിലും എന്താ പറയുക, നാട്ടിൽ നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി അല്ലെങ്കിൽ ചായ കുടിക്കുന്നതും അല്ലെങ്കിൽ നാട്ടിലെ ആ ഒരു എന്താ പറയുക ലക്ഷത്തൈമിൽ നമ്മളെന്താ പുറത്ത് പോയി ഇപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ, ചിലപ്പം പോയി മന്തി കഴിക്കും, ബിരിയാണി കഴിക്കും, അല്ലെങ്കിൽ 4 മണിക്കാണെങ്കിൽ ചായ കടി, അങ്ങനെ നമ്മൾ ആ ഒരു വൈബ് അല്ലെങ്കിൽ ആ ഒരു സാധനം ഇവിടെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. നാട്ടിലെ കുറേ ഫുഡും കാര്യങ്ങളും മിസ് ചെയ്യുന്നുണ്ട്. അത് ഇവിടെ വന്നു കഴിഞ്ഞാലേ അറിയത്തുള്ളൂ. ഇവിടെ കിട്ടും, കുറേ ഫുഡുകളൊക്കെ കിട്ടും, പക്ഷെ അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. പക്ഷെ നാട്ടിലെ ആ ഒരു രുചിയും കാര്യങ്ങളും ഒന്നും നമുക്ക് മാച്ചപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ്. പിന്നെ അടുത്തായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ കുറേ ഫ്രണ്ട്സ്, ഇപ്പോൾ എൻ്റെ 1-2 ഫ്രണ്ട്സ് തന്നെ ഇവിടെ വന്നിട്ട് അവർ എന്നോട് ചോദിക്കും, നീ എന്താടാ ഞങ്ങളോട് നേരത്തെ പറയാഞ്ഞ്. അവർ ചിലപ്പോൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു സംഭവം ഇവിടെ അവർക്ക് കിട്ടത്തില്ല. അപ്പം എനിക്ക് അങ്ങനെയുള്ളവരോട് പറയാനുള്ളത്, നിങ്ങൾ ഒരു എന്താ പറയുന്നത്, നിങ്ങൾ വരുന്ന ഒരു സ്വർഗത്തിലോട്ടോ അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എല്ലാം ഒരുക്കി വെച്ചിട്ടൊന്നുമില്ല. ഇവിടെ നമ്മൾ സ്ട്രഗിൾ ചെയ്യണം, നമ്മൾ ജോലി ചെയ്യണം. ഇവിടെ ഒരിക്കലും ഒരു ഈസി ലൈഫല്ല. നിങ്ങൾ നല്ലോണം കഷ്ടപ്പെട്ടാൽ മാത്രമേ നിങ്ങൾക്ക് സമ്പാദിക്കാൻ പറ്റത്തുള്ളൂ. ആ സമ്പാദിക്കുന്ന ഒരു വിഹിതം നിങ്ങൾ ടാക്സ് ആയിട്ട് കൊടുക്കുകയും വേണം. സോ അതിൽ കുറേ എന്താ പറയുക പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഇവിടെ എന്താ പറയുക ഭയങ്കര ഈസി ലൈഫാണ്, നിങ്ങൾക്ക് ഇവിടെ എല്ലാം ഉണ്ട്. അങ്ങനെയല്ല. നിങ്ങളിവിടെ വന്ന് കഷ്ടപ്പെടണം, നല്ലവണ്ണം കഷ്ടപ്പെട്ടാൽ മാത്രമേ നിങ്ങൾക്ക് സമ്പാദിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ അതിലൊരു നല്ലൊരു നിങ്ങൾ ഓരോ ബൈവീക്കിൽ വർക്ക് ചെയ്യുന്ന നല്ലൊരു വിഹിതം ടാക്സ് ആയിട്ട് നിങ്ങൾ കൊടുക്കണം. പിന്നെന്താ, നല്ലോണം കഷ്ടപ്പെടണം. ഇപ്പം ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും എൻട്രി ലെവൽ ജോബ് ആയിരിക്കും, ഒരിക്കലും ഒരു വൈറ്റ് കോളർ ജോബ്സ് ആയിരിക്കില്ല കിട്ടുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളിപ്പം ചിലപ്പം ഞാനിപ്പോൾ എനിക്ക് ടിം ഹോർട്ടൺസിൻ്റെ തൊട്ടടുത്താണ്, ഇഷ്ടംപോലെ ഇന്ത്യൻ സ്റ്റുഡൻസ് ടിമ്മിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കും ജോലി കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു റീറ്റെയിൽ സ്റ്റോറിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഗ്യാസ് സ്റ്റേഷനിലായിരിക്കാം. അപ്പം പല കൈൻഡ്സ് ഓഫ് ജോലിയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പം നമ്മൾ അതിനനുസരിച്ച് കഷ്ടപ്പെടണം. ചിലപ്പോൾ ഉറക്കമില്ലാതെ കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് ഒരു കൈൻഡ് ഓഫ് ഏണിങ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ എന്താ പറയുന്നത്, ഈ പഠിക്കുന്ന സമയത്ത് ഇച്ചിരി ഡിഫിക്കൽട്ടാണ്, കാരണം രണ്ടുകൂടെ മാനേജ് ചെയ്യാം. പക്ഷെ നമുക്ക് രണ്ടും മാനേജ് ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. കാരണം നമ്മുടെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ പഠിക്കുക, ഗ്രാജുവേറ്റ് ആകുക. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ PR ആണ്. സോ PR കിട്ടാനായിട്ടുള്ള ആ ഒരു ഇതെല്ലാത്തിനും ഒരു സമയമുണ്ട്. അപ്പോൾ ആ ഒരു ടൈം ഫ്രെയിമിൽ നമുക്ക് എല്ലാം സെറ്റാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പം ഇനിയും വരാനുള്ളവരോടും ഇനി ഇവിടെ ഉള്ളവരോടും എനിക്ക് പറയാനുള്ളത്, എല്ലാം അടിപൊളിയായിട്ട് ചെയ്യുക. ഇനി ഇവിടെ വരാനുള്ളവർ എന്താ പറയുക, നിങ്ങളുടെ പ്രോസസ്സിംഗ് ഒക്കെ അടിപൊളിയായിട്ട് നടക്കട്ടെ. ഇനിയും റൂൾസ് കുറേയൊക്കെ ഇനിയും മാറും. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് മന്തിൽ ഒരു അപ്ഡേറ്റ് വരും. സെപ്റ്റംബറിൽ കുറച്ചുകൂടെ വേറൊരു അപ്ഡേറ്റ് വരും. സോ ഇനി നമ്മുടെ ഇവിടുത്തെ എന്താ പറയുക പൊളിറ്റിക്സ് ഒക്കെ എങ്ങനെയാണെന്ന് അറിയില്ല. ചിലപ്പോൾ ഒരു പൊളിറ്റിക്കലി ഒരു ഭരണം മാറാനും സാധ്യതയുണ്ട്. സോ അതിനനുസരിച്ച് റൂള് മാറാതിരിക്കാനും ഒക്കെ ചാൻസ് ഉണ്ട്. സോ സ്റ്റേ ട്യൂൺഡ് ഫോർ ദ അപ്ഡേറ്റ്സ്. അപ്പോൾ ഇനി ഇങ്ങോട്ട് വരുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അടിപൊളിയായിരിക്കുക. ലൈക്ക് നിങ്ങൾക്കൊരു ഹോപ്പ് ഉണ്ടായിരിക്കണം. ഇവിടെ വന്നു കഴിഞ്ഞാൽ കഷ്ടപ്പെടുന്ന എല്ലാവർക്കും വിജയം ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് കഷ്ടപ്പെടാൻ മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ എവിടെ പോയാലും രക്ഷപ്പെടും. അതിപ്പോൾ ഇവിടെ ആണെങ്കിലും നാട്ടിലാണെങ്കിലും അല്ലെങ്കിൽ വേറെ ഏത് രാജ്യത്താണെങ്കിലും നിങ്ങൾക്ക് കഷ്ടപ്പെടാൻ മനസ്സുണ്ടാവും, നിങ്ങൾക്ക് രക്ഷപ്പെടാം. സോ നിങ്ങളിവിടെ പഠിക്കാൻ വരുന്നവരാണെങ്കിൽ വരിക, അടിപൊളിയായിട്ട് പഠിക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾ എന്തൊക്കെ ആഗ്രഹിക്കുന്നു അതെല്ലാം നിങ്ങൾക്ക് നേടാൻ പറ്റട്ടെ. അപ്പം ഇതൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. ഞാൻ എൻ്റെ 2 വർഷത്തെ എക്സ്പീരിയൻസ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തോളാം. എല്ലാ പോയിന്റ്സ് ഒന്നും പറഞ്ഞിട്ടില്ല, കുറച്ച് പോയിന്റ്സ് മാത്രം ഞാൻ അവിടെ നിന്നൊക്കെ തട്ടിക്കൂട്ടി പറഞ്ഞതാണ്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവരും സേഫായിട്ടിരിക്കുക. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.